ആദ്യം തന്നെ പാലക്കാട് കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആദരാഞ്ജലികൾ ഈ ഒരു സമാപന സമ്മേളനം അർപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മുഴുവൻ പേരും 1 മിനിറ്റ് മൗനാചരണമായിക്കൊണ്ട് കൊണ്ടാടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ സമാപനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി യൂണിയൻ അധികാരത്തിലെത്തിയ സമയത്ത് തന്നെ നമ്മുടെ നിർബന്ധമായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 2ാമത്തെ എഡിഷൻ നടത്തണം എന്നുള്ളത്. ആ രീതിയിലേക്ക് തന്നെ ഏറ്റവും മികവാർന്ന നിലയിലേക്ക് നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി യൂണിയൻ, സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ ഈ രീതിയിലേക്ക് വിദ്യാർത്ഥികളുടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് നിലയിലേക്ക് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, മറ്റ് ആൾക്കാരെല്ലാം തന്നെ ലിറ്ററേച്ചർ ഫെസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അക്കാഡമിക് പരം തന്നെ ആയിക്കൊണ്ടാണ് നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റെല്ലാ സർവകലാശാലകൾക്കും മാതൃക എന്നോണം നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിനെ മാറ്റാൻ വേണ്ടി സാധിച്ചു എന്ന് കരുതുകയാണ്. നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിനകത്ത് 80ഓളം സെഷനുകളിലായിക്കൊണ്ട് 200ഓളം ഗസ്റ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സെഷനുകളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ വേണ്ടി സാധിച്ചു എന്നാണ് കരുതുന്നത്. കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല. 2 ദിവസങ്ങൾക്ക് മുന്നേ ചാരു നിവേദ ഉദ്ഘാടനം ചെയ്ത് ഇന്ന് അതിൻ്റെ സമാപന ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആദ്യം തന്നെ ഈ സമാപന സമ്മേളനത്തിനകത്തേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും യൂണിയന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടങ്ങൾ സ്വയം കണ്ടെത്തണമെന്നുള്ളതിലേക്ക് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രചോദനം എന്നുള്ളതിലേക്ക് മാറിയിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീരയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മീരേച്ചിയെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് സമാപന സമ്മേളനത്തിനകത്ത് സംഘാടക സമിതിയുടെ സഹഭാരവാഹിയുള്ള പ്രിയേച്ചി പങ്കെടുക്കുന്നുണ്ട്. പ്രിയേച്ചിയെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയ വർഗീസ് പങ്കെടുക്കുന്നുണ്ട്, സ്വാഗതം ചെയ്യുകയാണ്. DSS നഫീസ ടീച്ചർ പങ്കെടുക്കുന്നുണ്ട്, ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അഖിലേച്ചി പങ്കെടുക്കുന്നുണ്ട്, അഖിലേച്ചിയെ സ്വാഗതം ചെയ്യുകയാണ്. സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സൺ ആര്യേച്ചി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ അഭിമാനത്തോടു കൂടിയും ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ വേദിയിലേക്ക് നിൽക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിനകത്ത് എഴുത്തുകാരൻ ചാരു നിവേദിത പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇവിടെ മാറിയിരിക്കുകയാണ്. 11-ാം തീയതി ആരംഭിച്ച് 80ഓളം സെഷനുകളായിക്കൊണ്ട് 200ഓളം നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള സാഹിത്യകാരന്മാരുൾപ്പെടെയുള്ള വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സെഷൻ്റെ, ഈ ഒരു ഫെസ്റ്റിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നിരിക്കുകയാണ്.
ഇനിയും ഒരുപാട് വർഷങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ പല എഡിഷനുകളും നടത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഊർജം തന്നെയാണ് ഒന്നാം എഡിഷന് ശേഷമായാലും ഈ ഒരു രണ്ടാം എഡിഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴായാലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഉദ്ഘാടകത്തിനകത്ത് പറഞ്ഞതുപോലെ തന്നെ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധമായിക്കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിട്ടുള്ള സർവകലാശാല യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റ് മാറിയിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രത്യക്ഷമായിട്ടായാലും പരോക്ഷമായിട്ടായാലും ഇതിൻ്റെ പിന്നിൽ ഈ ഒരു ഫെസ്റ്റ് ഈ രീതിയിലേക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം അണിനിരുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ തന്നെ ഈ ഒരു വേദിയിൽ വെച്ച് ഏറെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. മറ്റ് സംസാരങ്ങളൊന്നും തന്നെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരല്ല. മീഡിയേറ്റ് സംസാരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമയമായിക്കൊണ്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞ് ദീർഘിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റ് സെക്കൻഡ് എഡിഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീ KR മീരയെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു യൂണിവേഴ്സിറ്റി ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല എന്നെനിക്കറിയാം. എന്നാലും കഴിഞ്ഞ തവണ ഈ സാഹിത്യോത്സവത്തിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ നിഷ്കരുണം അത് തള്ളിക്കളഞ്ഞു. കാരണം ഒരു സാഹിത്യോത്സവം നടത്താനൊക്കെ എല്ലാവർക്കും പറ്റും. അടുത്തൊരെണ്ണം നടത്തുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഈ സംഘടിപ്പിക്കുന്നവരുടെ എഴുത്തിനോടുള്ള ആദരവ് ശരിക്കും തെളിയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇത്തവണ ഞാൻ വിചാരിച്ചതാണ് ഒരെണ്ണം കൂടെ നടത്തി കാണിക്കട്ടെ എന്നിട്ട് വരാം എന്ന്. പക്ഷേ ഇത്തവണ ഇവരെന്നെ വിട്ടില്ല. ഇവർ വളരെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ പലവിധ ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ നിന്ന് എന്നെ വലിച്ച് കൊണ്ടുവരികയായിരുന്നു. വരുമ്പോഴുള്ള വിഷമം, കണ്ണൂർ പോലെ ഒരു സ്ഥലത്ത് അധികം തവണ വരാൻ ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന എനിക്ക് സാധിക്കാത്തത് കൊണ്ട് വരുന്ന സമയത്ത് പരമാവധി സമയം ചെലവഴിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് അതിന് പറ്റിയ സമയം വരട്ടെ എന്ന് വിചാരിച്ച് ഓടി വന്ന് ദേ വന്നു ദാ പോയി എന്ന മട്ടിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും വരാൻ മടിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്നും വന്ന് ഓടിപ്പോകേണ്ട ഗതിയാണെങ്കിലും ഇത്രയും പേരെ കാണാനും ഈ ഒരു യുവത്വത്തിൻ്റെ ഈ ഒരു വിജയ കൂട്ടായ്മയിൽ പങ്കുചേരാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ സർവകലാശാലയിലെ യൗവനത്തിൻ്റെ തിരികളൊക്കെ തല്ലിക്കെടുത്തപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന്. ഇത് ഞാൻ വളരെ ആലങ്കാരികമായി SFI ഭരിക്കുന്ന ഒരു യൂണിയനിൽ വന്നിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ പറയുകയാണെന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായ ആകുലതയോടെയാണ് ഞാനതേക്കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യം മുമ്പൊങ്ങുമില്ലാത്ത വിധം, അല്ലെങ്കിൽ മുമ്പ് നമ്മുടെ ഓർമ്മയിലില്ലാത്ത വിധം, മുമ്പെങ്ങുമില്ലാത്ത വിധം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഓർമ്മയാണ് നമ്മുടെ അറിവിനെയും നമ്മുടെ ബോധ്യത്തെയും നമ്മുടെ രാഷ്ട്രീയത്തെയും ഒക്കെ ഇന്ന് രൂപപ്പെടുത്തുന്നത് എന്നതുകൊണ്ട് നമുക്ക് കണ്ട് പരിചയമില്ലാത്ത, കേട്ട് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മറ്റാര് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറാകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്നതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ, അല്ലെങ്കിൽ എൻ്റെ യുവത്വം ആരംഭിച്ചതിന് ശേഷമുള്ള ഒരു 3 പതിറ്റാണ്ടിനിടയിൽ എനിക്ക് പ്രതീക്ഷയില്ലാത്ത വിധം, ഞാൻ ഭയപ്പെട്ടിട്ടില്ലാത്ത വിധം രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് ഒക്കെ മാറി മറിയുന്ന ഒരു ഘട്ടമാണിത്. എല്ലാ കാലത്തും എന്ന പോലെ മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടായിരുന്ന, അല്ലെങ്കിൽ നാം വായിച്ചു കേട്ടിട്ടുള്ള ഒരു പ്രധാന പ്രതിസന്ധി അടിയന്തരാവസ്ഥയുടേതായിരുന്നെങ്കിൽ അന്നും നമ്മെ കൈപിടിച്ച് നടത്തിയത്, നമ്മെ എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ത്യൻ ജനതയെ കൈപിടിച്ച് നടത്തിയത് അക്കാലത്തെ ക്യാമ്പസുകളും യുവത്വവുമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ ഇക്കാലത്തെ ക്യാമ്പസ് കൂട്ടായ്മ, ക്യാമ്പസിലെ യുവത്വത്തിൻ്റെ ആളിക്കത്തൽ സഹായിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് നാം അത് ഡൽഹിയിലും ഇന്ത്യയിലൊട്ടാകെയുള്ള ക്യാമ്പസുകളിലും ഒരു പുത്തൻ ഉണർവ്
ദൃശ്യമായതാണ്. ഈ ചെറുപ്പക്കാർക്കല്ലാതെ പുതിയ കാലത്തിൻ്റെ സങ്കീർണതകളെ മനസ്സിലാക്കാനും അതിനെ അഴിച്ചെടുക്കാനും അതിനെ നയിക്കാനും സാധിക്കില്ല എന്നാണ് കാലാകാലങ്ങളിലായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ, കണ്ണൂർ പോലെ ഒരു പ്രദേശത്തെ ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു വലിയ എന്താണ് പറയേണ്ടത്, ഒരു ആവേശത്തിൻ്റെ തിരയിളക്കം, എഴുത്തിനെക്കുറിച്ച്, വായനയെക്കുറിച്ച്, കലയെക്കുറിച്ച് സർഗസംവേദനം നടത്താനുള്ളൊരു താല്പര്യം ഒരു തുടക്കമായി കേരളത്തിലെങ്ങും നിറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കൂടി എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എന്നെ സന്തോഷിപ്പിച്ച 2-3 കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ഇന്നലെ ഞാൻ വന്നിട്ട് റൂമിൽ വന്നപ്പോൾ എന്നെ കൊണ്ടുവന്നത് 2 പെൺകുട്ടികളാണ്. സാധാരണ അങ്ങനെയല്ല, പുരുഷന്മാരായിരിക്കും നമ്മളെ രക്ഷകർത്താക്കളായി കൊണ്ടുവരാൻ നിയുക്തരാക്കപ്പെടുന്നത്. നമ്മളെ ടാക്സിയിൽ കയറ്റുന്നതും കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി ചെക്ക് ഇൻ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ആൺകുട്ടികളോ മീശയുള്ള മനുഷ്യരോ ആയിരിക്കും. പക്ഷേ മീശയില്ലാത്ത 2 പേരാണ് ഇന്നലെ എന്നെ സ്വീകരിക്കാൻ വന്നത്. അവരാണ് എൻ്റെ ഹോട്ടൽ മുറിയിൽ എന്നെ കൊണ്ടാക്കാൻ വന്നത്. അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അത് വളരെ സാഹസപ്പെട്ടിട്ടാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു മുറിയിലേക്ക് എന്നെ അവരെ എത്തിച്ചു തന്ന് ഞങ്ങൾ ചായ പറഞ്ഞപ്പോൾ, ചായ കിട്ടിയ സമയത്ത് സഞ്ജീവും പിന്നെ ആരായിരുന്നു കൂടെ, നിവേദും പെട്ടെന്ന് തന്നെ ചായ പകർന്ന് ഞങ്ങൾക്കെല്ലാവർക്കും സെർവ് ചെയ്ത് തന്നെ വളരെ സന്തോഷിപ്പിച്ചു. കാരണം നമ്മൾ എവിടെ പോയാലും 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടെങ്കിൽ ചായ പകർന്നു കൊടുക്കുന്നത് ഈ പെൺകുട്ടികളുടെ ജോലിയായിട്ടാണ്. ഞാൻ പല മീറ്റിങ്ങുകളിലും പോകുമ്പോൾ ചായ കൊണ്ടുവരുമ്പോൾ എന്നേക്കാൾ പ്രായമുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അവർ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങളിവിടെ ഉള്ളപ്പോൾ നിൻ്റെ അല്ലേ ജോലി ഇത് എന്നുള്ള മട്ടിൽ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ മറികടക്കാൻ ഒരു യൂണിയന് നേതൃത്വം കൊടുക്കുന്ന, ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൺകുട്ടികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു പുതിയ കാലത്തിൻ്റെ വരവറിയിക്കുന്നതാണ്. അതിലേറെ എനിക്ക് സന്തോഷം തോന്നിയത് ഈ 2 പെൺകുട്ടികളും അനങ്ങാതെ അവിടെ ഇരുന്നു എന്നുള്ളതാണ്. ചായ കൊണ്ടുവന്നിട്ട് അതിനാണ് എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. നമ്മളങ്ങനെ അനങ്ങാതിരിക്കുമ്പോൾ മാത്രമേ മറ്റുള്ള എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് അതെൻ്റെയും കൂടി ചുമതലയാണല്ലോ എന്ന ഓർമ്മ വരികയുള്ളൂ എന്നുള്ളത്. പിന്നെ രണ്ടാമത് ഇപ്പോൾ എന്നെ ഇന്ന് സന്തോഷിപ്പിച്ചൊരു കാര്യം തീർച്ചയായിട്ടും ഈ വേദിയിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. സ്ത്രീകൾ മാത്രമുള്ള വേദിയിൽ പകുതിയിലേറെ ജനസംഖ്യയിൽ ഉള്ള ഒരു കൂട്ടരാണ് ഈ സ്ത്രീകളെന്ന് പറയുന്നത്. അവരിൽ തന്നെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൂട്ടാവുന്നതാണ്. പക്ഷെ നമുക്കറിയാം ഇവരുടെ ദൃശ്യത വളരെ കുറവാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ നമ്മൾ കണ്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ് നമുക്കവരെ വല്ലപ്പോഴും ഒരു സ്റ്റേജിൽ കാണുമ്പോൾ പരിഹസിക്കണമെന്ന് തോന്നുന്നത്. അവർക്ക് സ്റ്റേജിൽ കയറി പരിചയമില്ലാത്തത് കൊണ്ടാണ് സ്റ്റേജിൽ കയറി നിന്നവർ ചിലപ്പോൾ വിൽക്കുന്നതോ വ്യാകരണത്തെറ്റോടെ സംസാരിക്കുന്നതോ ഒക്കെ. ഇതെല്ലാം ഒരു പരിചയത്തിൻ്റെ പേരിലുള്ള സംഗതികളാണ് എന്ന് പതുക്കെ നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അത് കാലം നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യം, നമുക്ക് അറിയാം കേരളത്തിലെ ത്രിതല പഞ്ചായത്തിൽ 33% സംവരണം ആദ്യം ഏർപ്പെടുത്തിയ കാലം, സ്ത്രീകൾക്ക് 33% സംവരണം ആദ്യം ഏർപ്പെടുത്തിയ ആ തെരഞ്ഞെടുപ്പിൽ, ആ കാലത്ത് ഞാനൊരു പത്രപ്രവർത്തകയാണ്. അപ്പോൾ അന്ന് ന്യൂസ് റൂമിലും പുറത്തും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തെരുവിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം, ഇത് ഭയങ്കര പൊട്ടത്തരമാണ്, ഇത് ഭയങ്കര കേരളത്തിൻ്റെ അവസാനത്തിൻ്റെ നാന്ദി കുറിക്കുകയാണ് ഈ സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നവർ. നാരി ഭരിച്ചടം മുടിഞ്ഞിട്ടേ ഉള്ളൂ. മാത്രമല്ല ഈ പെണ്ണുങ്ങൾക്കൊന്നും യാതൊന്നും അറിയില്ല. ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരും അച്ഛന്മാരും അനിയന്മാരും ഒക്കെയാണ് ഇവർ പിൻസീറ്റിലിരുന്ന് ഭരിക്കാൻ പോകുന്നത്. ഇവരൊക്കെ ഭരിച്ചു കഴിയുമ്പം കാണാം അടിച്ച് പിരിയും, പെണ്ണുങ്ങൾ തമ്മിൽ ചേരില്ല. അങ്ങനെ പല കാര്യങ്ങളും കേട്ടുകൊണ്ടാണ് ഈ ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അധികാരമേൽക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ഞാൻ ഇവരിൽ ചിലരെ കോട്ടയത്തും പരിസരത്തുമുള്ള വനിതാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെയും മെമ്പർമാരെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി.
അന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർക്കതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാതെയാണ് പറയുന്നത്. എന്ത് സംസാരിക്കണമെങ്കിലും കൂടെയുള്ള മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, അതായത് പഞ്ചായത്ത് തലത്തിലുള്ള ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ കാര്യപ്രാപ്തിയുള്ള ഒരു പുരുഷൻ ഈ ഇൻ്റർവ്യൂവിന് സാക്ഷിയായും മേൽനോട്ടക്കാരനായും വഴികാട്ടിയുമായും ഒക്കെ കൂടെ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം ഇവർക്ക് വാക്കുകൾ ഇടറുമ്പോൾ, സംശയം തോന്നുമ്പോഴൊക്കെ അദ്ദേഹം ഇടപെടുകയും അദ്ദേഹം നേർവഴിയെ നയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് വളരെ സംശയം തോന്നി, ഇതെങ്ങനെയാണ് ഈ സ്ത്രീകൾ ഭരണത്തെപ്പറ്റി ഒരു എന്താണ് സമഗ്രമായ ചിത്രം മനസ്സിലില്ലാതെ, ഇതിൻ്റെ സാങ്കേതികതകൾ ഉൾക്കൊള്ളാതെ എങ്ങനെയാണ് ഇവർ ഭരണം നിർവഹിക്കുക എന്നതിനെപ്പറ്റി എനിക്ക് വളരെ സംശയം തോന്നിയിരുന്നു. പക്ഷേ 5 വർഷം കഴിഞ്ഞ് അതേ പഞ്ചായത്തുകളിൽ ഇതേ സ്ത്രീകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്, ഇവർക്ക് എത്ര മനോഹരമായിട്ടാണ്, എത്ര വ്യക്തതയോടെയാണ് അതത് പഞ്ചായത്തിൻ്റെ അവരുടെ ജോലിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച്, ബജറ്റിനെക്കുറിച്ച്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച്, പിന്നെ എന്താണ് കരട് പദ്ധതികളെക്കുറിച്ച്, പദ്ധതിക്ക് വകയിരുത്തിയ തുകയെക്കുറിച്ച്, അതിൻ്റെ ഡിവിഷനുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ സാധിക്കുന്നത്. ഒരു വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണത്തിന് എത്ര രൂപ അടങ്കലുണ്ടെന്നും അതിൽ കോൺട്രാക്ടർ എന്തൊക്കെ ചെയ്തു എന്നും കാണിച്ചു തരാനായി ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നെയും കൊണ്ട് ആ ടാങ്കിൻ്റെ അടുത്ത് പോയി അത് പൈപ്പ് ഓടുന്ന വഴികളെല്ലാം കാണിച്ചു തന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വലിയൊരു സത്യം ഞാനും പഠിച്ചു. അതായത് ഈ ഭരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഏതാണ്ട് കുറേ പുരുഷന്മാർക്ക് മാത്രമായി ദൈവം കൊടുത്ത ഒരു ദിവ്യമായ സിദ്ധിയൊന്നുമല്ല. മറിച്ച് ഇതൊരു പരിചയത്തിൻ്റെ പേരിൽ മനുഷ്യർക്ക് കിട്ടുന്നതാണ്. പരിചയമാണ് ഭരണത്തിൻ്റെ അടിസ്ഥാനം. പരിചയ സമ്പന്നതയാണ് മിക്കവാറും എല്ലാ സ്കില്ലുകളുടെയും അടിസ്ഥാനം. അത് സ്ത്രീകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവിടേക്ക് കടന്നു ചെല്ലാൻ, അത് പരിചയപ്പെടാൻ, പ്രവർത്തിക്കാൻ അവരെ അനുവദിച്ചിട്ടില്ല എന്നത് മാത്രമാണ്. ഈ ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് എനിക്ക് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ട്രാൻസ്ജെൻഡർ വ്യക്തികളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ദൃശ്യത, നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള ശ്രവ്യത, ഇത് രണ്ടുമാണ് നിങ്ങളെ നിങ്ങളാക്കി തീർക്കുന്നത് എന്നതുകൊണ്ട് ധാരാളം സംസാരിക്കുക, ഉറക്കെ സംസാരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക, പ്രതിഷേധിച്ചുകൊണ്ടേയിരിക്കുക എന്നതല്ലാതെ നമുക്ക് നമ്മളെ അടയാളപ്പെടുത്താൻ നമ്മുടെ വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, രാജ്യത്താകട്ടെ, ഈ ദേശീയത എന്നൊക്കെ പറയുന്ന നേഷൻ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിക്കകത്താകട്ടെ മറ്റൊരു മാർഗവുമില്ല. നമ്മളിന്ന് കടന്നു പോകുന്ന വെറുപ്പിൻ്റേതായ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ തെന്നി നടക്കാൻ മാത്രമേ അതിൻ്റെ വഴികൾ തൽക്കാലം അത്തരം വഴികൾ മാത്രമേ തൽക്കാലമുള്ളൂ എന്നതുകൊണ്ട് എപ്പോഴും തെന്നി വീഴാൻ സാധ്യതയുള്ള ഒരു വഴിയിലൂടെയാണ് നമ്മളെല്ലാം മനുഷ്യരായതുകൊണ്ടും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ അറിവുകളുമൊക്കെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ സ്വരുക്കൂട്ടി തരുന്നതോ അല്ലെങ്കിൽ സമാഹരിച്ചു തരുന്നതോ ആയതുകൊണ്ടും ഈ വെറുപ്പിലേക്ക് തെന്നി വീഴാനുള്ള അല്ലെങ്കിൽ തെന്നിയടിച്ച് വീണ് തലപൊട്ടി മരിക്കാനുമുള്ള ഒരു സാധ്യതയുള്ള ഒരു കാലത്താണ് നാം മരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ധാരാളം സംസാരിക്കുക, ധാരാളം ഇടപെടുക, ധാരാളം മനുഷ്യരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ എന്നതാണ്. എനിക്കിങ്ങനെ നിന്ന് നിങ്ങളോട് മാത്രമായി ഈ വാചകം അടിച്ചുകൊണ്ട് നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ സമാപന ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സമാപനം ഒരു തുടക്കമായതുകൊണ്ട് ഇത് അടുത്ത വർഷത്തേക്കുള്ള തുടർച്ചയുടെ ഒരു ഉദ്ഘാടനമായിട്ട് കരുതാനാണ് എനിക്കിഷ്ടം. ഈ 3 ദിവസവും നിങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത കാലത്ത് ഇനി വരും കാലത്ത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഒരാൾ മാത്രം പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാഴ്ചപ്പാട് രൂപീകരണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് പല തരക്കാരായ
പല കാഴ്ചപ്പാടുള്ളവരായ മനുഷ്യരുടെ പല നിലപാടുകൾ കേട്ട് അതിൽ നിന്ന് സ്വന്തമായതെന്തോ നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടുതൽ മെച്ചപ്പെട്ടതെന്തോ അത് സ്വീകരിക്കാനുള്ള ഒരു ശേഷിയും സിദ്ധിയും നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ കരുതുന്നു. ഔപചാരികമായി എൻ്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. എന്നിട്ട് ഞാൻ ഈ ഒറ്റയ്ക്ക് നിന്നുള്ള സംഭാഷണം അവസാനിപ്പിക്കുന്നു. ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിത് സാഹിത്യ സെഷനും ഉദ്ഘാടന സെഷനും കൂടെ ആക്കി തീർക്കാം. ആരെങ്കിലും മറ്റുള്ളവർ സംസാരിച്ചിട്ട്, പ്രിയയൊക്കെ സംസാരിച്ചിട്ടാണോ? ഇപ്പം തന്നെ. അപ്പോൾ ഞാനിങ്ങനെ നിന്നാൽ മതിയല്ലോ? ഇരിക്കണോ? പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയോട് നമുക്കും സംവദിക്കാനുള്ള ഒരു ഏറ്റവും മനോഹരമായ നിമിഷമാണിത്. അതിനായി മൈക്ക് കൈമാറുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയോട് സംവദിക്കാനുള്ള അസുലഭ നിമിഷമാണിത്, ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചോദിക്കാനുള്ളത്, ആദ്യം മാധ്യമ പ്രവർത്തകയായിരുന്നു, അതിൽ നിന്ന് സാഹിത്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് വന്നു. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും, അല്ലെങ്കിൽ ഒരു പുതിയ കഥാപാത്രം രൂപപ്പെടുമ്പോഴും, അല്ലെങ്കിൽ ആളുകളെ പരിചയപ്പെടുമ്പോഴും, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് രൂപപ്പെടുമ്പോഴും ഒക്കെ പഴയ മാധ്യമ പ്രവർത്തക ഉണരാറുണ്ടോ? അത് ഏതെങ്കിലും തരത്തിൽ എഴുത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി ഉറങ്ങിയിട്ട് വേണ്ടേ ഉണരാൻ? രാത്രി മുഴുവൻ ഞാൻ പത്രത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് കൊണ്ട് രാത്രിയായിരുന്നു അന്ന് ജോലി. മണി മുതൽ തുടങ്ങുന്ന ഷിഫ്റ്റുകളായിരിക്കും. 4 മണിക്ക് പോയാൽ 10 മണിക്ക് തിരിച്ചു വരാം, 4:30 പോയാൽ 10:30 തിരിച്ചു വരാം, 5 മണിയുടെ ഷിഫ്റ്റാണെങ്കിൽ 11 മണിക്ക് തിരിച്ചു വരാം, 6 മണിയുടെ ഷിഫ്റ്റാണെങ്കിൽ 12-ന് തിരിച്ചു വരാം, 6:30യുടെ ഷിഫ്റ്റാണെങ്കിൽ 12-ന് തിരിച്ചു വരാം. കാരണം 12-ന് ശേഷമുള്ള ഷിഫ്റ്റുകളിൽ നമുക്ക് അരമണിക്കൂർ ഇളവ് കിട്ടും. അങ്ങനെ ഏതാണ്ട് രാവിലെ 5 മണി വരെയുള്ള വിവിധ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ ഈ 5-മത്തെ ഷിഫ്റ്റ്, ഈ 5 മണിക്ക് തീരുന്ന ഷിഫ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 9:30-ക്ക് തുടങ്ങും. അതിൻ്റെ പ്രശ്നം, അത് സിറ്റി എഡീഷൻ്റെ ഷിഫ്റ്റായിരിക്കും. ഈ സിറ്റി എഡീഷൻ്റെ ഒരു വലിയ പ്രശ്നം, നമ്മുടെ പത്രത്തിൻ്റെ ഉടമസ്ഥരൊക്കെ വായിക്കുന്ന എഡീഷൻ അതാണ്. കോട്ടയത്ത് സിറ്റിയിൽ കിട്ടുന്ന, ടൗണിൽ ഏറ്റവും ഞങ്ങൾക്കെല്ലാം അവസാന എഡീഷനായിരിക്കും. അപ്പോൾ അതിലെല്ലാ പ്രധാന വാർത്തകളും ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് 5 മണിക്ക് തിരിച്ച് വീട്ടിൽ വന്നാൽ പത്രം അടിച്ച് കണ്ടിട്ടായിരിക്കും നമ്മൾ വരുന്നത്. എന്നാലും രാവിലെ 9 മണി വരെ കിടന്നാൽ ഉറക്കം വരില്ല. 9 തൊട്ട് 11 വരെ തീരെ ഉറക്കം വരില്ല. പകലിലുള്ള സമയമാണ് ഞാൻ പറയുന്നത്. ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങാനൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പിന്നെയും ടെൻഷനാണ്. കാരണം അന്ന് വൈകിട്ട് തിരിച്ച് ഓഫീസിൽ ചെന്ന് ഈവനിങ് കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോഴാണ് തലേന്നത്തെ പത്രത്തിൽ എന്തെല്ലാം മിസ്സായി, എന്തൊക്കെ കുഴപ്പങ്ങൾ വന്നു, ഏത് തലക്കെട്ട് മാറിപ്പോയി എന്നൊക്കെ നമ്മൾ അറിയാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഉറക്കമേ ഇല്ലാത്ത രാത്രികളായിരിക്കും. അതുകൊണ്ട് ഉറങ്ങാറില്ല. ഞാൻ ഈ അടുത്ത കാലത്തും അയ്യോ ആ വാർത്ത വെച്ചില്ലേ, മസ്റ്റ് എഴുതി തന്ന, മസ്റ്റെന്ന് നമുക്കൊരു കുറിപ്പ് കിട്ടും, അത്യാവശ്യം വെച്ചേ തീരൂ എന്നുള്ള വാർത്തകൾക്ക്, അത് വെക്കാതെയാണോ ഇന്നത്തെ പത്രം പോയത് എന്നൊക്കെ സംശയിച്ച് ഞാൻ ഞെട്ടി ഉണരാറുണ്ട്. മാധ്യമപ്രവർത്തകയെ മറന്ന് സത്യത്തിൽ എനിക്ക് ഒരിക്കലും ജീവിക്കാം. കാരണം അതെൻ്റെ ഒരു വലിയ പാഷനായിരുന്നു. സാഹിത്യത്തെക്കാൾ കൂടുതൽ ഒരു വലിയ പാഷൻ ആയി മാറിയിരുന്നത് ആ ഒരു പ്രൊഫഷനാണ്. അത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അതായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ആരോഗ്യത്തോടെയും കുറച്ചുകൂടി സന്തോഷത്തോടെയൊക്കെ എപ്പോഴും ജീവിച്ചേനെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രവിശ ജേർണലിസം അല്ലേ? അല്ല, ആര്യാണ്. ശരി, അഖിലയും ജേർണലിസമാണ്. ജേർണലിസം വിദ്യാർത്ഥികളോടെല്ലാം പറയാനുള്ള കാര്യമാണ്. പിന്നെ വലിയൊരു സങ്കട വർത്തമാനം ഇപ്പോൾ ഉള്ളത്, ഇനിയുള്ള കാലത്ത് ജേർണലിസം പഠിക്കാൻ എനിക്ക് പരിചയമുള്ളവരെ അത്രയ്ക്കങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെയും വ്യവസ്ഥാപിതമായ വളരെ വലതുപക്ഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ പാരമ്പര്യത്തെ അങ്ങേയറ്റം മുറുകെ പിടിക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ കൊണ്ട് നടക്കുന്ന അങ്ങേയറ്റം ക്യാപിറ്റലിസ്റ്റുകളായ, അങ്ങേയറ്റം ബ്രാഹ്മിനിസ്റ്റുകളായ, അങ്ങേയറ്റം പേട്രിയാർക്കലായ ഒരു സിസ്റ്റത്തിൻ്റെ പിടിയിലാണ് എന്നുള്ളത് കൊണ്ട് ഇനിയുള്ള കാലത്ത് സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് പരിസരത്തേക്ക് ഇപ്പോഴും വലിയ പ്രയാസമാണ്. ഇപ്പോഴും ഡിസിഷൻ മേക്കിംഗ് തലത്തിലേക്ക് വന്നിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്.
അതുകൊണ്ട് ഞാൻ ഈയിടെയായിട്ട് അധികം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. എന്നാലും നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല കാലത്തെ ഓർത്ത് ഇടയ്ക്കിടയ്ക്ക് വിശ്വസിക്കാറുണ്ട്. ഹലോ മാം, ഞാൻ സുനൈന, ഈ യൂണിവേഴ്സിറ്റിയിലൊരു അധ്യാപികയാണ്. എൻ്റെ ഗവേഷണ വിഷയത്തിൽ എഴുത്തിൻ്റെ മനഃശാസ്ത്രം എന്നൊരു ഭാഗമുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവും. അപ്പോൾ ഞാൻ ഇയാൻ കാൽക്കിൻ്റെയൊക്കെ റിസർച്ച് തിയറീസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എഴുത്തിൽ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സെൽഫ് നമ്മൾ കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഡിസ്കോഴ്സൽ സെൽഫ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെയായിരുന്നു ഞാൻ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ മാമിൻ്റെ എഴുത്തുകൾ വളരെ ഇഷ്ടത്തോടു കൂടി സൂക്ഷ്മമായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളോടെയാണ് ഞാൻ. മാമിൻ്റെ അത് പഠിച്ചിട്ട് അവസാനം വട്ടായി എന്നോട് പരാതി പറയും. ഇല്ല, അതുകൊണ്ട് മനഃശാസ്ത്രം പഠിച്ചതുകൊണ്ട് എനിക്ക് സിഗ്നൽസ് കിട്ടും വട്ടായി തുടങ്ങുന്നതിന് മുൻപ്, അതുകൊണ്ട് നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ മാമിൻ്റെ എഴുത്തുകൾ ഞാൻ നോവലുകളും ചെറുകഥകളും മാത്രമല്ല അനുഭവക്കുറിപ്പുകളും എല്ലാം വായിക്കാറുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഡിസ്കോഴ്സൽ സെൽഫും മാമിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ സെൽഫും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒന്നു ചേർന്ന് പോകുന്നത്, എങ്ങനെയാണ് മാം അതിനെ ഡീൽ ചെയ്യുന്നതെന്ന് കേൾക്കാൻ താല്പര്യം. എഴുത്തിൽ എനിക്ക് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. കാരണം എഴുത്തിൽ ഞാൻ അങ്ങേയറ്റം എന്നോട് 100%, 200% സത്യസന്ധയാണ്. പക്ഷെ നിത്യജീവിതത്തിൽ ആ കോൺഫ്ലിക്റ്റ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ ഈ കാണുന്ന ഞാനല്ല യഥാർത്ഥ ഞാൻ ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവും. ഇത് ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഒരുപാട് കാലമായി ഞാനിത് നേരിടുന്ന ഒരു പ്രശ്നമാണ്. കുടുംബത്തിനകത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളോട് സത്യത്തിൽ എൻ്റെ ഏതോ ഒരംശം മാത്രം എന്നിൽ നിന്ന് വിട്ടുമാറി അവരോട് സംസാരിക്കുകയോ അവരോട് കളിക്കുകയോ ചിരിക്കുകയോ കരയുകയോ ഒക്കെ ചെയ്യുകയും മറ്റേ 99% വരുന്ന വലിയൊരു ഭാഗം വേറെ ഏതൊക്കെയോ ലോകത്തിൽ അഭിരമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദുരന്തം സംഭവിക്കാറുണ്ട്. അതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്. അത് എല്ലാ എഴുത്തുകാരും നേരിടുന്നുണ്ട് എന്നുള്ളൊരാശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് വളരെ പ്രധാനമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ട് തുടങ്ങുന്ന സ്വപ്നവും ജാഗരവും നിദ്രയും ഒക്കെ തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ഒരവസ്ഥയും, പ്രായം കൂടുമ്പോഴുള്ള കുഴപ്പമാണോ ജീറിയാട്രിക്കാണോ പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ നേരിടുന്നുണ്ട്. കഠിനമായ വിഷാദത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് ഒരു 3-4 വർഷം മുമ്പ് പ്രത്യേകിച്ചും ഘാതകൻ എന്ന നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു 3 പുസ്തകം കൂടി അതിനൊപ്പം എഴുതുകയുണ്ടായി. അതൊരു വലിയൊരു തീവ്രയാതനയുടെ നിമിഷങ്ങളായിരുന്നു. കാരണം അതിനുശേഷം ഒരിക്കലും എൻ്റെ ശരീരമോ മനസ്സോ എൻ്റെ സ്വഭാവമോ പോലും പഴയതുപോലെ ആയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം ഒരു കടലാമയുടെ തോടൂരി പോവുകയോ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ മുഴുവൻ തൂവലുകളും നഷ്ടപ്പെട്ടു പോവുകയോ തൊലി ഇരിഞ്ഞു വയ്ക്കപ്പെട്ട ഒരു കോഴിക്കുഞ്ഞിനെ പോലെയാകുകയോ ഒക്കെ സംഭവിച്ചതുപോലൊരവസ്ഥയായിരുന്നു അത്. ശരിക്കും ഈ ഭ്രാന്തിനും പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും ഇടയിൽ ഏതോ 2-3 തലനാരിഴയുടെ വലിപ്പമുള്ള അകലമേ ഉള്ളൂ. അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ തന്നെ വിചാരിക്കും ചില സമയത്ത് ഞാൻ എഴുത്തുകാരിയാണെന്നതൊക്കെ മറന്ന് എൻ്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സിൽ ഇത്രയും വയലൻസ് ഉണ്ടായിരുന്നോ, ഞാൻ അടക്കി പിടിച്ചതിൽ ഇത്രയും ക്രോധവും ക്ഷോഭവും പകയും ഒക്കെ ഉണ്ടായിരുന്നോ, ജാഗ്രതയിലുള്ള എൻ്റെ മനസ്സിൽ ഇത്രയൊന്നും ഇല്ലല്ലോ, അത് ഞാൻ എഴുതി തീർക്കുന്നത് കൊണ്ടാവുമോ എന്നൊക്കെ സംശയിക്കാറുണ്ട്. ഉന്മാദാവസ്ഥയും വിഷാദാവസ്ഥയും സർഗസൃഷ്ടികളുടെ ഭാഗമായി തന്നെ കാണാനാണ് ഞാൻ കരുതാറുള്ളത്, അങ്ങനെയാണ് ശ്രമിക്കാറുള്ളത്. അല്ലാതെ ഈ സോക്കോൾഡ് ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു മോശം കാര്യമായിട്ട് ഒരു മനഃശാസ്ത്രജ്ഞ എന്ന രീതിയിൽ ഞാൻ ഒരിക്കലും അത് മോശം അവസ്ഥയേ അല്ല, ഒരിക്കലും അല്ല അനുഭവിക്കുന്ന ആളിന്. പക്ഷെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന അതിനെപ്പറ്റി ധാരണയില്ലാത്ത ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെ, രാവിലെ ഇപ്പം എൻ്റെ ഭർത്താവ് രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോവുകയും വൈകിട്ട് തിരിച്ചു വരികയും അതിനിടയിൽ ഒരുപാട് ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യേണ്ട ആളാണ്. നമ്മൾ താമസിക്കുന്നത് ഒരു വീട്ടിലാണ്. അവിടെ കറണ്ട് പോകാം, വെള്ളം കിട്ടിയില്ലെന്ന് വരാം, പ്ലംബിങ് തകരാറുണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇതൊക്കെ
ഈ സമചിത്തതയോടെ നേരിടാൻ ഒരുപക്ഷെ ഈ നിത്യജീവിതത്തിലുള്ള മറ്റേ 1% വരുന്ന ആളിന് ചിലപ്പോൾ സാധിച്ചെന്ന് വരാതിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അത് ജീവിതത്തിൽ വലിയ കോൺഫ്ലിക്റ്റായിട്ട് മാറാം. എനിക്ക് തോന്നുന്നത് നമ്മളാരും അത്തരമൊരവസ്ഥ പുരുഷന്മാരെ പോലും എന്ന് ഞാൻ പറഞ്ഞത് അക്ഷരവും സാഹിത്യവും ഒക്കെ ആണുങ്ങൾക്ക് മാത്രം നീക്കി വയ്ക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നല്ലോ നമ്മുടേത്. പുരുഷന്മാരായിരുന്നു. ഇപ്പോൾ ഇപ്പോഴും പറയുന്ന എഴുത്തുകാരൻ്റെ വേദന, വായനക്കാരൻ്റെ വേദന എന്നൊക്കെ അല്ലാതെ എഴുത്തുകാരിയുടെ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സാമാന്യത്വത്തിൽ മനുഷ്യനെന്ന് പറയുന്ന പോലെയാണ്. വനിതാ എഴുത്തുകാരി എന്നൊക്കെയാണ് നമ്മളെ പറയേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എഴുത്തുകാരി എന്ന് പറഞ്ഞാൽ അത് ചെന്നൊരു ഇത് വരില്ല എന്നുള്ളത് കൊണ്ട് എഴുതുന്ന ആളിനെ എങ്ങനെയാണ് ഈ എഴുത്തിൻ്റേതായിട്ടുള്ള മാനസിക സംഘർഷങ്ങളെ നേരിടേണ്ടതെന്നും അത് നിത്യജീവിതത്തെ ബാധിക്കാതെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് സംബന്ധിച്ച് എവിടെയും ഒരു ക്ലാസ്സും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഏണസ്റ്റ് ഹെമിംഗ്വേ പോലെ ഒരാൾ ആത്മഹത്യ ചെയ്തത്. നമുക്ക് മുമ്പിൽ എത്രയോ ആളുകൾ, ടോൾസ്റ്റോയെ പോലെ ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് മരിച്ചത്. ഇതിലൂടെയൊക്കെ നയിക്കുന്ന, എനിക്ക് തോന്നുന്നത് ഓരോ പുസ്തകം എഴുതി തീർക്കുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു വലിയ അംശം തേഞ്ഞ് അല്ലെങ്കിൽ അലിഞ്ഞ് തീരുന്നതായും ബാക്കിയുള്ള നമ്മളെ നേരത്തെ പരിചയമുള്ള ആളുകൾക്ക് മനസ്സിലാകാതെ വരുന്നതായും ആ ആൾക്ക് സ്വയം മനസ്സിലാകാതെ വരുന്നതായും ഉള്ളൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത്. മാഡം, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായി വർക്ക് ചെയ്യുന്നു. മാഡം നേരത്തെ പറഞ്ഞു യുവത്വത്തോട് അല്ലെങ്കിൽ സമൂഹത്തോട് കണ്ണ് കുറച്ചുകൂടി തുറന്ന് കാഴ്ചകൾ കാണാനും കാത് കൂർപ്പിച്ച് കേൾക്കാനും. അപ്പോൾ ഇന്നത്തെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രത്യേക ചിട്ടപ്പെടുത്തിയ ഈ കാഴ്ചകൾ അല്ലെങ്കിൽ പ്രത്യേക ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വായന പ്രദാനം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രതിരോധം എങ്ങനെ സാധ്യമാവും സമൂഹത്തിന് അല്ലെങ്കിൽ യുവത്വത്തിന്? ഞാൻ പറഞ്ഞത് അവർ കൂടുതൽ ദൃശ്യരാകണം എന്നാണ്. ദൃശ്യരാകുക എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ കാണപ്പെടണം എന്നാണ്. കാണുക മാത്രമല്ല, കാണപ്പെടുകയും വളരെ പ്രധാനമാണ്. അവരുടെ സാന്നിധ്യം നമ്മൾ അറിയണം, അവരുടെ ശബ്ദം നമ്മൾ കേൾക്കണം, അവർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കേൾക്കണം, മറ്റുള്ളവർ കേൾക്കണം, അത്ര ഉച്ചത്തിൽ സംസാരിക്കണം. അതല്ലാതെ ഇക്കാലത്തെ നേരിടാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക അൽഗോരിതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതത്തിൽ, ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടുതൽ സംസാരിക്കുക എന്നുള്ളതും കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമായ ഒരു പ്രതിഷേധ മാർഗമായി മാറുകയാണ്. അതിൻ്റെ സാധ്യതകൾ നിരന്തരം ഉപയോഗിക്കാതെ അതിനെപ്പറ്റി വളരെ അതിനെ ജാഗ്രതയോടെ ഉപയോഗിക്കാതെ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തെയും ഈ കപടമായ ദേശീയത സങ്കല്പത്തെയും മറികടക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറുപ്പക്കാരുടെ ശബ്ദം, ചെറുപ്പക്കാരികളുടെ ശബ്ദം, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ശബ്ദം, ദൃശ്യത, അവർക്ക് പറയാനുള്ളത്, അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി കേൾപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം, പറയിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രതിഷേധത്തിനുള്ള മാർഗമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. 3 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, KR മീര എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഏത് എഴുത്തു വസ്തുവായാലും, നോവലാവട്ടെ, കഥയാവട്ടെ, അനുഭവമാവട്ടെ, ലേഖനമാവട്ടെ, എന്തായാലും അപ്പോൾ അതുണ്ടായി വരുന്നൊരു പ്രക്രിയ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയണം. അതുപോലെ രണ്ടാമത്തേത്, KR മീര എന്നുള്ള വായനക്കാരി, KR മീര എന്നുള്ള എഴുത്തുകാരിയല്ല, KR മീര എന്നുള്ള വായനക്കാരി എങ്ങനെയാണ് പുസ്തകങ്ങളെ കാണുന്നത്? പുസ്തകം വായിക്കാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്, അപ്പോൾ അതിനിടയിൽ വളരെ സെലക്റ്റീവായിട്ടല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ അതെങ്ങനെയാണ്? മൂന്നാമത്തേത്, ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് കൊൽക്കത്തയിലേക്ക് നടത്തിയൊരു യാത്രയുണ്ടല്ലോ, എൻ്റെ സുഹൃത്ത് സ്നേഹ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ 3 പറഞ്ഞാൽ നന്നായിരുന്നു. മൂന്നാമത്തെ കാര്യം സ്നേഹയെ കൊണ്ടാണ് പറയിപ്പിക്കേണ്ടത്. കാരണം സ്നേഹയുടേതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള. ഞാൻ പഴയ അനുഭവത്തിൻ്റെ ഒരു തുടർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ ആവർത്തനമോ ആണ് കൊൽക്കത്തയിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ എങ്ങനെയാണൊരു കഥ ഉണ്ടായി വരുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണൊരു നോവൽ ഉണ്ടായി വരുന്നതെന്നോ ചോദിച്ചാൽ സത്യത്തിൽ അത് വലിയ പ്രയാസമാണ് ഉത്തരം പറയാൻ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഈ കഥ പറയാം. ഞാനൊരു ലൈബ്രറിയിൽ പോകാനിടയായി. ഒരു പുരുഷ ലൈബ്രറിയൻ ഉണ്ടായിരുന്നൊരു ലൈബ്രറി. അപ്പോൾ ഞാൻ വേറൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവിടെ പോയതാണ്.
അപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലെ പ്രളയത്തിൽ വെള്ളം കയറിയ ലൈബ്രറി അവർ പുതുക്കി പണിഞ്ഞത് കാണാനായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരു ലൈബ്രറിയനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആനയിക്കപ്പെട്ടുകൊണ്ട് എൻ്റെ വായനക്കാരാൽ പരിലാളിക്കപ്പെട്ടുകൊണ്ട് അകത്തോട്ട് കയറി ചെന്ന് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഞാനവിടെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്നോട് പറഞ്ഞു, ആരാച്ചാർ ഞാൻ വായിച്ചു, പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇരുന്നിട്ടില്ല കസേരയിൽ. അപ്പം ഞാൻ പതുക്കെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അത് കുറച്ചുകൂടെ നന്നാക്കി എഴുതാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും അടുത്ത പുസ്തകം എഴുതുമ്പോൾ ഞാൻ ശ്രമിക്കാം എന്ന വിനയത്തോടെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് തീരട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞു, കോഴിമുട്ടയെ പറ്റി അഭിപ്രായം പറയേണ്ടത് കോഴിയല്ല, അത് ഓംലെറ്റ് തിന്നുന്നവരാണ്. അപ്പം എനിക്ക് പിന്നെ മറുപടി പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, പക്ഷേ ആ മുട്ട ഉരുവായി വരുന്നതിൻ്റെ വേദനകളെക്കുറിച്ചും മുട്ട ഇടുന്നതിൻ്റെ പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കാൻ കോഴിക്ക് മാത്രമേ കഴിയൂ, അത് ഓംലെറ്റ് തിന്നുന്ന ആളിന് മനസ്സിലാവുകയില്ല. അത് കോഴി തന്നെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതൊരു വലിയ അത് കോഴി സംസാരിക്കുന്നത് കേൾക്കാൻ തയ്യാറാകാതെ കേവലം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഓംലെറ്റായി മാറ്റിയെടുക്കപ്പെട്ട ഒരു വസ്തുവിൻ്റെ ഗുണാഗണങ്ങളെക്കുറിച്ച് കോഴിയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അതൊരു വലിയ ചോദ്യമല്ലേ. ഈ ചോദ്യം ചെയ്യൽ നേരിട്ട് ഇടുന്ന പാവങ്ങളാണ് എല്ലാ എഴുത്തുകാരും. അതിൽ സ്ത്രീകളാണെങ്കിൽ അവർ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം എല്ലാവരും എഴുതുന്നത് പോലെ തന്നെ. എപ്പോഴോ ഒരിക്കൽ എന്താണ് ഇടിവെട്ടേൽക്കുമ്പോൾ പൂക്കുന്ന ഒരു ഓർക്കിഡ്, അതിനോട് എങ്ങനെയാണ് നീ പൂവിട്ടതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കഴിയാത്തതുപോലെ എങ്ങനെയാണിത് ഉരുവായി വന്നതെന്ന് പറയാൻ എളുപ്പമല്ല. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു വലിയ കളി അതിൽ നടക്കാറുണ്ട്. കാരണം എഴുതാനിരിക്കുമ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ ശരിക്കും എനിക്കിതൊക്കെ അറിയാമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ചില കാര്യങ്ങൾ നമ്മൾ വായിച്ച് മറന്നു പോയതായിരിക്കാം, മറ്റു ചിലത് നമ്മളെവിടെയെങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കാം. എഴുതാനിരിക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധയും ആ എഴുത്തിലൂടെ നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന ലോകം ഒരു മായാ ലോകമാണ്. അത് ഒരു അയഥാർത്ഥമായ ലോകമാണ്. ആ ലോകം സൃഷ്ടിക്കാനിരിക്കുമ്പോഴാണ് അതിലെ ഓരോ മരവും ഓരോ വള്ളിയും ആ വള്ളിയുടെ ഓരോ ഇലയും അത് എല്ലാത്തിനും വെളിച്ചം കിട്ടത്തക്ക വിധത്തിൽ ആ ഇലയുടെ ക്രമീകരണങ്ങളും ആ ഇലഞ്ഞരമ്പിൽ ഇലകളുടെ ക്രമീകരണവും ഒക്കെ നേരത്തെ എഴുതപ്പെട്ടതായിരുന്നു എന്ന മട്ടിൽ നമുക്ക് ദൃശ്യമാകുന്നത്. അതെങ്ങനെയായിരുന്നു എന്ന് പറയണമെങ്കിൽ എഴുതി നോക്കുക തന്നെ വേണം. അതൊന്ന്. പിന്നെ വായനക്കാരി എന്ന നിലയിൽ സത്യത്തിൽ ഞാൻ എഴുത്തുകാരി ആകുമ്പോഴും വായനക്കാരിയായി തന്നെ തുടരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നിലെ എഴുത്തുകാരിക്കൊപ്പം തന്നെ വായനക്കാരിയും ആ എഴുത്തെന്ന പ്രക്രിയയിൽ സ്ഥാനം വഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്നെ തന്നെ വായിക്കുന്നത് പോലെ, എൻ്റെ മനസ്സിനെ വായിക്കുന്നത് പോലെ, എൻ്റെ മനസ്സിലെ ക്ഷുദ്രവികാരങ്ങളെ വായിക്കുന്നത് പോലെ ആണ് ഞാൻ എഴുതുന്നത്. എഴുത്തിൻ്റെ പ്രക്രിയ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെയുള്ള വായനയുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ മാറി നിന്ന ഞാൻ വായിക്കുന്നൊരു വായനയുണ്ടല്ലോ, ആ വായനയാണ് സത്യത്തിൽ വളരെ കോൺഫ്ലിക്റ്റ് കുറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നിങ്ങളീ കാണുന്ന എന്നെ പ്രാപ്തയാക്കുന്നത്. സുൽപി ഇളയണം പറഞ്ഞ പോലെ നിങ്ങൾ കാണുന്ന ഞാനല്ല ഞാൻ, എന്നെ കാണുന്ന നിങ്ങൾ കാണുന്ന ഞാനാണ് എന്നുള്ള ഒരു സത്യം അതിലുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഞാൻ പറയാം. വളരെ രസകരമായൊരു യാത്രയായിരുന്നു, ഭയങ്കരമായി നമ്മളെ ഉണർത്തുന്ന ഒരു യാത്രയായിരുന്നു. ആദ്യം കൽക്കട്ടയിൽ പോയപ്പോഴേക്കാളും രണ്ടാമത് കൽക്കട്ടയിൽ പോയപ്പോൾ വീണ്ടും ആ കഥ, ആ അനുഭവങ്ങൾ യൗവനമൊക്കെ തിരിച്ചു കിട്ടുന്നത് പോലെ, നമ്മൾ വീണ്ടും കുട്ടിയാകുന്നത് പോലെയൊക്കെ പറയുന്ന ഒരവസ്ഥയില്ലേ, ആ പ്രായത്തിലേക്ക്, ആ കാലത്തിലേക്ക്, അന്നത്തെ വൈകാരിക പരിസരത്തിലേക്ക് ഒക്കെ മടങ്ങിപ്പോകുന്നൊരനുഭവം ഉണ്ടായി. അത് ആ കുട്ടികളുടെ കൂടെയുള്ള യാത്ര ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരുടെ കൂടെ നടക്കുമ്പോൾ നമ്മളും അവരുടെ പ്രായമാവുമെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ കുറച്ച് ആര്യയുടെയും പ്രവിഷയുടെയൊക്കെ യൗവനം ഞാൻ കുറച്ച് കടം വാങ്ങിയതുപോലൊരവസ്ഥയുണ്ട്. വായനയെക്കുറിച്ചുള്ള ചോദ്യത്തോട് കൂട്ടിച്ചേർക്കാൻ എനിക്ക് വ്യക്തിപരമായി കെ ആർ മീരയുടെ കരിനീലിയും ഓർമ്മയുടെ ഞരമ്പുമൊക്കെ വളരെ
വിമോചനാത്മകമായി ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള കഥകളാണെന്ന് തോന്നിയിട്ടുണ്ട്. വായനക്കാരി, എൻ്റെ ഗവേഷണ വിഷയം വായനയെക്കുറിച്ച് കൂടിയായിരുന്നു. അപ്പം വായനക്കാരിയായിട്ടുള്ള KR മീരയ്ക്ക് അങ്ങനെ വിമോചനാത്മകമായി ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള വായനാനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? സത്യം പറഞ്ഞാൽ എന്നെ അങ്ങനെ ആദ്യം വിമോചിപ്പിച്ച വായന എന്ന് പറയുന്നത് തീർച്ചയായും എയിൻ റാൻഡിൻ്റെ പുസ്തകങ്ങളും മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളുമായിരുന്നു. അതൊരു പിന്നെ പേളസ് ബക്കിൻ്റെ പുസ്തകങ്ങൾ, ഇതൊക്കെ ഭയങ്കരമായിട്ട് തന്നെ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള വിമോചനത്തെക്കാൾ എനിക്ക് കൂടുതൽ വിമോചനാത്മകമായി അനുഭവപ്പെട്ടിട്ടുള്ളത് മനുഷ്യരെ വായിച്ചിട്ടുള്ള വായനയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളായ മനുഷ്യരെ. സ്ത്രീകളുടെ ഒരു അനുഭവ ലോകത്തിലേക്ക് കടന്നു ചെല്ലാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ളത് ഈ തരം ഒരു ലോകം ഞാൻ ഒരു പുസ്തകത്തിലും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അത് വളരെ സങ്കീർണവും വളരെ സത്യസന്ധവും, പുരുഷന്മാരെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് എപ്പോഴും ഒന്നാമത് അവർ സത്യസന്ധത കാണിക്കാറില്ല. ഞാനത് മോശമായിട്ട് പറയുകയല്ല, സത്യസന്ധത കാണിക്കുന്ന നിമിഷം അവരുടെ പൗരുഷം എന്ന സങ്കല്പം ഉടഞ്ഞു വീഴും എന്നുള്ളത് കൊണ്ട് ആ പൗരുഷം എന്ന സങ്കല്പത്തിൻ്റെ സംരക്ഷണ കവചം നഷ്ടപ്പെടാതെ ജീവിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം തന്നെ സത്യം പറയാതിരിക്കും. അഥവാ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയണമെന്ന് അവരാഗ്രഹിക്കുന്ന സത്യങ്ങൾ അതിൻ്റെ കൃത്യമായ അളവിൽ മാത്രം അറിയിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരിക്കലും ഈ സത്യം പറയുന്നതിൻ്റെ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് ഗാന്ധിജി പറഞ്ഞതിൻ്റെ സ്പിരിച്വലായ അർത്ഥം ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ആ വ്യക്തികളുടെ കുറ്റമല്ല, അവരിൽ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന പൗരുഷം എന്ന വലിയ ടോക്സിക്കായ ഭാരത്തിൻ്റെ, അതിൻ്റെ ഒരു വരിഞ്ഞു മുറുക്കലിൻ്റെ പ്രശ്നമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല. അവർ സത്യം പറയാൻ ഭയങ്കര പ്രായം കൂടുന്തോറും അവർക്ക് ധൈര്യം കൂടിക്കൊണ്ടിരിക്കും. അവർക്ക് പിന്നെ കൂടുതൽ സ്വതന്ത്രരാകാനും കൂടുതൽ ഒന്നും ഭയപ്പെടാനില്ലാത്തൊരു ഘട്ടം വരും. ചെറുപ്പത്തിലാട്ടോ കൂടുതൽ കള്ളം പറയുന്നത്. നമ്മൾ പീപ്പിൾ പ്ലീസേഴ്സ് അല്ലാതാകുന്ന, അതായത് മറ്റുള്ളവരുടെ അംഗീകാരവും സ്നേഹവും സന്തോഷവും നമുക്ക് ആവശ്യമില്ല. അവരെ സന്തോഷിപ്പിക്കലാണ്, അവരെ സംതൃപ്തരാക്കലാണ് നമ്മുടെ പരമമായ ജീവിത ദൗത്യം എന്ന തോന്നൽ ഇല്ലാതെയാകുന്ന ഒരു നിമിഷം വരും. അത് ആ നിമിഷം ഓരോ സ്ത്രീയുടെയും ജീവിതത്തിൽ ഓരോ പ്രത്യേക ഘട്ടത്തിലും ഓരോ പ്രത്യേക അനുഭവത്തിലുമായിരിക്കും സംഭവിക്കുന്നത്. ആ ഒരു ഘട്ടം മുതൽ അവർ സ്വതന്ത്രരാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർ പറയുന്ന ജീവിത കഥകൾക്ക് തുല്യം നിൽക്കാൻ സത്യത്തിൽ ഒരു ക്ലാസിക് കൃതിയും ഇല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ എഴുതി വയ്ക്കൽ ഇനി പണ്ട് മഹാഭാരതം കേട്ടെഴുതിയതുപോലെ വല്ല ദൈവാവതാരങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതായത് സാധാരണ മനുഷ്യർക്ക് അസാധ്യമായ രീതിയിലുള്ള അനുഭവ പ്രപഞ്ചങ്ങൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ടാവും. പുരുഷന്മാർക്ക് പലപ്പോഴും ഇങ്ങനെ ഒരേ അനുഭവങ്ങളുടെ ആവർത്തനമായിരിക്കും എന്നാണ് കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ സ്ത്രീകളുടെ അനുഭവം അങ്ങനെയല്ല. അതുകൊണ്ട് എൻ്റെ വായന മനുഷ്യരിലേക്ക് കൂടുതൽ ഹ്യൂമൻ ലൈബ്രറീസാണ് നമ്മൾ കൂടുതൽ ഉറ്റുനോക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. എൻ്റെ ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട ചോദ്യമായിരിക്കാം, എങ്കിലും ആരാച്ചാർ എന്ന നോവലായിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങയുടെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതും വായിക്കപ്പെട്ടിട്ടുള്ളതുമായ നോവലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് മലയാളികൾക്ക് പരിചിതമായ ഒരു സമൂഹമല്ല. ബംഗാളിലും മറ്റും ഒക്കെ നടക്കുന്ന ആരാച്ചാർ സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചില ലേഖനങ്ങൾ കേട്ടിട്ടുണ്ട്, അത് ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് എഴുതുന്നയാൾക്കൊരു ആത്മസംഘർഷം ഉണ്ടാവുമെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ വായിക്കുന്ന ആൾക്കൊരു വലിയ ആത്മസംഘർഷം ഉണ്ടാവും. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് നേരിട്ട ഒരു പ്രശ്നം അതാണ്. അപ്പോൾ ഇതൊരു ഇതിഹാസം വായിക്കുന്ന പോലെ ഒരു കഥാപാത്രം, അവരുടെ അച്ഛൻ, അവരുടെ കുടുംബം, ഇത് എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആ ആരാച്ചാർ കുടുംബത്തിൻ്റെ ഒരു കഥ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു കൃതി എഴുതുമ്പോൾ ഉണ്ടായ ആത്മസംഘർഷം, എല്ലാ കൃതികളും എഴുതുമ്പോൾ ആത്മസംഘർഷം ഉണ്ടാകും. വായനക്കാരന് കൂടുതൽ ആത്മസംഘർഷങ്ങൾ വരുത്തുന്ന ഒരു നോവൽ എഴുതുന്ന എഴുത്തുകാരിക്ക് അതിനേക്കാൾ ഏറെ ആത്മസംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു ചോദ്യം അതാണ്, ഈ ആത്മസംഘർഷം എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്, ആ കൃതിക്ക് കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന്. രണ്ട്, ഇത്തരം കൃതികൾ എഴുതുന്നതിന് വേണ്ടിയിട്ട്, അതായത് ആരാച്ചാരുടെ ഏത് രീതിയിലാണ് കഴുത്തിൽ കുരുക്കിടേണ്ടത് പറഞ്ഞ വിശദമായ രീതിയിൽ ഇതിൽ വേണ്ടി ഗവേഷണം എത്രത്തോളം അങ്ങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അത് ആത്മസംഘർഷത്തിൻ്റെ കഥ പറയാതിരിക്കുകയാണ് ഭേദം. എൻ്റെ ബാഗിൽ ഇപ്പോഴും ആങ്സൈറ്റി ഡിസോർഡറിനുള്ള മരുന്നുണ്ട്. അത്
അതുകൂടെ ഇല്ലെങ്കിൽ എൻ്റെ ഡിപ്രഷനും എൻ്റെ പലപ്പോഴും വിഷമം ക്ഷോഭമായിട്ടൊക്കെയാണ് പുറത്ത് വരുന്നതെന്നുള്ളത് കൊണ്ട് ഇങ്ങനെയാണ് ഭദ്രകാളി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായതെന്ന് എനിക്ക് തോന്നാറുണ്ട്. വളരെ ക്രിയേറ്റീവായ ഒരു സ്ത്രീ അവരുടെ ആത്മസംഘർഷങ്ങളെ അടക്കി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങേറ്റം വയലൻ്റായി ഒരു മൂർത്തിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മുഴുമിപ്പിച്ചോ എന്നെനിക്ക് ഓർമ്മയില്ല. നമുക്ക് ഈ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളുടെ വിഷാദം എന്ന് പറയുന്നത് നേരത്തെ സുനൈൻ അല്ലേ പറഞ്ഞതുപോലെ അതൊരു മനഃശാസ്ത്രത്തിലെ ഒരു പഠന വിഷയമാണ്. ആരാച്ചാർ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ദീർഘമായിട്ട് ഭയങ്കര കഠിനമായ വിഷാദ രോഗം തന്നെ ഉണ്ടായി. അന്ന് ഞാൻ ഡോക്ടർ CJ ജോൺ എന്ന മനഃശാസ്ത്രജ്ഞനെ പോയി കണ്ടു. ഇത് എനിക്കിങ്ങനെ തോന്നുന്നു, ഇതെൻ്റെ ഒരു വലിയ പരാജയമാണോ എന്നുള്ള മട്ടിൽ വളരെ അപ്പോളജറ്റിക്കായിട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് മനഃശാസ്ത്രത്തിൽ MBBS പഠിക്കുമ്പോൾ സൈക്യാട്രിയിൽ ഇങ്ങനെ ഒരു 3 പാഠം തന്നെയുണ്ട് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളുടെ വിഷാദ രോഗത്തെപ്പറ്റി. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആളാണെന്നുള്ളത് തെളിഞ്ഞല്ലോ. പിന്നെ ഞാൻ ആലോചിച്ചത്, നമുക്ക് മുമ്പേ എഴുതിയിട്ടുള്ള മനുഷ്യരാരും തന്നെ ഇതിനെപ്പറ്റി നമുക്കൊരു ധാരണ തന്നിട്ടില്ല. എങ്ങനെയാണ് ഈ വിഷാദത്തെ മറികടക്കുക എന്നതിനെപ്പറ്റി. പലപ്പോഴും പുരുഷന്മാരായ പല എഴുത്താളരും അവരുടെ ഈ സംഘർഷങ്ങളായിരിക്കാം മദ്യപിച്ചും പുകവലിച്ചും ബാക്കി രീതിയിൽ പ്രണയ പരമ്പരകളിൽ പെട്ടും ഒക്കെ തീർത്തിട്ടുള്ളതെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കറിയില്ല, അവരവർ തന്നെ പറഞ്ഞു വന്നാൽ മാത്രമേ നമുക്കതിനെപ്പറ്റി എന്തെങ്കിലും കൃത്യമായൊരു നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു പഠനവും ആരും നടത്തിയിട്ടില്ല. അങ്ങനെ യാതൊരു മുന്നറിവും മുന്നൊരുക്കവും ഒന്നും സ്ത്രീകൾ എഴുതാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. സമൂഹം നിങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, നിങ്ങൾ എഴുത്തുകാരി ആയിക്കൊള്ളണം, നിങ്ങൾ സാഹിത്യത്തെ പരിപോഷിപ്പിക്കണം എന്നൊന്നും ഒരു സ്ത്രീയോടും ആരും ആവശ്യപ്പെടാത്തത് കൊണ്ട് അവർ ചാടിക്കയറി ചെയ്യുന്ന സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ വരായികകൾ അവർ തന്നെ അനുഭവിച്ചോട്ടെ എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ടാവാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ മനുഷ്യരിലുമുള്ള ആത്മസംഘർഷങ്ങൾ, ഈ സംഘർഷങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും കടന്നു പോകും. എല്ലാവരും ഒരു രീതിയിൽ ഒരു കഥ അനുഭവിക്കുകയോ ഒരു കഥയിലെ കഥാപാത്രമായിട്ട് ജീവിക്കുകയോ ചെയ്യുന്നുണ്ട്. ആ സംഘർഷങ്ങളൊക്കെ പല വിധത്തിൽ കൈകാര്യം ചെയ്യുന്നത് പോലെ ഞാനതിനെ അടുത്തൊരു പുസ്തകമായിട്ട് കൺവെർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ കുറച്ച് ഫോക്കസ് ചെയ്തപ്പോൾ ഇതങ്ങ് മറന്നുപോയി. ഇതില്ലാതാകുന്നില്ല, മറിച്ച് അതിഥികൾ വരുമ്പോൾ നമ്മൾ ചില സാധനങ്ങളൊക്കെ കട്ടിലിൻ്റെ അടിയിലേക്കോ അലമാരയുടെ പിന്നിലേക്കോ തള്ളി വയ്ക്കുന്നത് പോലെ ഈ കാര്യങ്ങളെ നമ്മൾ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കൂടുതൽ അറ്റൻഷൻ ഇങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കും. ഇങ്ങനെ മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് ആത്മസംഘർഷങ്ങളെ കബളിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് സത്യം. പിന്നെ അന്ന് ആരാച്ചാർ ഇവരെന്താ പോകുന്നത്, ആ 3 പേരെന്താ പൊയ്ക്കളയുന്നത്? പിന്നെ കൽക്കട്ട സംബന്ധിച്ച ഗവേഷണം എനിക്ക് പത്രപ്രവർത്തകയായിരുന്നത് കൊണ്ട് എങ്ങനെയാണ് വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടും കൽക്കട്ടയെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നമുക്ക് നെറ്റിൽ അന്ന് ലഭ്യമായിരുന്നത് കൊണ്ട് അത്ര പ്രയാസമായിരുന്നൊരു കാര്യമായിരുന്നില്ല. തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടേറിയൊരു പ്രവൃത്തിയായിരുന്നു, പക്ഷേ ഇത് ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ലിൻഡു. അപ്പോൾ എനിക്ക് മീരേച്ചിയോട് ചോദിക്കാനുള്ളത്, നമ്മൾ പലപ്പോഴും കണ്ടതാണ് എഴുത്തുകാരൊക്കെ പല കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. അവർ ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളും അറിയുന്നവരുമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളും സമൂഹത്തിൻ്റെ മാറ്റങ്ങളും ജനങ്ങൾ, നമ്മുടെ കൂടെയുള്ള ആളുകൾ, കമ്മ്യൂണിറ്റി എല്ലാത്തിൻ്റെ മാറ്റങ്ങളും എപ്പോഴെങ്കിലും മീരേച്ചിയുടെ എഴുത്തുകളിൽ സ്വാധീനിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ലിൻഡു ഷിൻഡു എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരാണ് കേട്ടോ. നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം പലപ്പോഴും എഴുത്തുകാരോട് എല്ലാത്തിനെ പറ്റി അഭിപ്രായം ചോദിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, മറ്റു പല എഴുത്തുകാരും എന്നേക്കാൾ മുതിർന്ന എഴുത്തുകാർ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി എല്ലാം ഒന്നും അഭിപ്രായം പറയാനുള്ള അറിവൊന്നും ഉള്ളവരല്ല ഈ എഴുത്തുകാർ. ഇവരുടെ ഒരു മായികമായ ലോകത്ത് ജീവിക്കുന്നവരും അതിൽ വിശ്വസിക്കുന്നവരും അഭിരമിക്കുന്നവരും ഒക്കെയാണ്. പക്ഷെ തീർച്ചയായിട്ടും അവർ ജീവിക്കുന്ന ലോകവും അതിലെ ചലനങ്ങളും അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ദൂരെ എങ്ങോ ഒരു വൃക്ഷം മുറിക്കുമ്പോൾ അതിൻ്റെ
വേദനകൾ കാറ്റിലോ മൺതരിയിലൂടെയോ ഇവിടെ നിൽക്കുന്ന ഒരു വൃക്ഷം തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വനത്തിലെ ചിറകടിക്കുന്ന പൂമ്പാറ്റയുടെ ചിറകടി വെച്ച 3 തലമുറയ്ക്കിപ്പുറം വരുന്ന ഒരു പൂമ്പാറ്റ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളതറിയാതിരിക്കില്ല. അത് നമ്മുടെ ചിറകടികളിൽ, നമ്മുടെ നടപ്പിൽ, ഇരിപ്പിൽ, നമ്മുടെ പൂവിടലിൽ ഒക്കെ തീർച്ചയായിട്ടും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ ഒരു എന്താണ്, എക്സ്റേ എടുത്തതുപോലെ അല്ലെങ്കിൽ MRI എടുത്തതുപോലെ ഇതിനെ ശാസ്ത്രീയമായിട്ട് ഓരോ ഇമേജിനെയും ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഭാവി പ്രവചനം നടത്താനൊന്നും എഴുത്തുകാർക്ക് പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. അതിന് കഴിയുന്ന എഴുത്തുകാർ ഉണ്ടായി എന്ന് വരാം. പക്ഷേ എല്ലാവർക്കും അങ്ങനെ സാധിക്കണം എന്നില്ല, സാധിച്ചേ തീരൂ എന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പത്രപ്രവർത്തകയായിരുന്നത് കൊണ്ട് ആ രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും കൂടെ എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സ് ആ രീതിയിൽ ഞാൻ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിനെപ്പറ്റി ബോധവതിയാണ്. ഞാൻ അതിനെപ്പറ്റി എപ്പോഴും ഞാൻ അതിനെപ്പറ്റി വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. അതെന്നെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളെല്ലാവരും മറ്റെല്ലാവരെയും പോലെ എഴുതിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ എഴുതുമ്പോൾ മറ്റൊരു പുസ്തകത്തിലും കിട്ടാത്തതായ എന്തെങ്കിലും ഒരു പുതുമ എൻ്റെ പുസ്തകത്തിൽ ഉണ്ടാവണം. ഞാൻ വായിക്കുന്ന ഒരു പുസ്തകത്തിലും ഇല്ലാത്തതായ ഭാഷ വെച്ചോ ആശയം വെച്ചോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ വെച്ചിട്ടോ ഉള്ള ഒരു പുതിയ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എൻ്റെ പുസ്തകത്തിലുണ്ടാവണം. അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഓരോരുത്തരുടെയും പുസ്തകത്തിലുണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പുതിയതായി എന്തെങ്കിലും പറയുക, പുതിയ രീതിയിൽ പറയുക, പുതുമയോടെ അതിൻ്റെ പുതുമ നിലനിർത്തുക എന്നൊക്കെയുള്ളതാണ് ഞാനെപ്പോഴും എഴുത്തുകാരി എന്നുള്ള രീതിയിൽ അത്യാഗ്രഹം ആയി കൊണ്ട് നടക്കുന്നത്. സമയക്കുറവ് മൂലം നമ്മുടെ അടുത്ത അജണ്ടയിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2nd എഡിഷന്റെ ഭാഗമായി ഇവിടെ ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങളുടെ കൈമാറ്റ ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത്. ആദ്യമായി ചിത്രപ്രതിഭ പുരസ്കാരമാണ്. മലയാള സാഹിത്യത്തിലെ ഏതെങ്കിലും സന്ദർഭത്തെ മുൻനിർത്തി നടത്തിയ ചിത്രരചനാ മത്സരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2nd എഡിഷൻ മികച്ച ചിത്രത്തിന് നൽകുന്ന ചിത്രപ്രതിഭ പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥിനി ഗോപിക കെ പ്രഭ. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഗോപികയെയും കൈമാറുന്നതിനായി പ്രിയപ്പെട്ട KR മീര അവർകളോടും അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി മികച്ച രചനയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2nd എഡിഷൻ ഏർപ്പെടുത്തിയ വിദ്യാർത്ഥി സാഹിത്യ പുരസ്കാര കൈമാറ്റമാണ്. കഥാവിഭാഗത്തിൽ ആദിത്യ രാജ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആദിത്യ രാജിനെയും കൈമാറുന്നതിനായി പ്രിയപ്പെട്ട എഴുത്തുകാരിയോടും അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി കവിതാ വിഭാഗത്തിൽ പയ്യന്നൂർ കോളേജ് വിദ്യാർത്ഥി ജീവൻ ജിനേഷ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ജീവൻ ജിനേഷിനെ ക്ഷണിക്കുന്നു. കൈമാറുന്നതിനായി പ്രിയപ്പെട്ട എഴുത്തുകാരിയോട് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2nd എഡിഷന്റെ സമാപന ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീരയ്ക്കുള്ള സ്നേഹോപഹാരം കൈമാറുന്ന ചടങ്ങാണ്. ഉപഹാരം കൈമാറുന്നതിനായി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആര്യ കെയോടും യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജനറൽ സെക്രട്ടറി പ്രവിശ്യയോടും അഭ്യർത്ഥിക്കുകയാണ്. സമയ പരിമിതി മൂലം
ആശംസകൾ അർപ്പിച്ചതായി വേദിയിലിരിക്കുന്ന ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഖില TP ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കലാപകലുഷിതമായ ഈ കാലത്ത് കല കൊണ്ട്, സാഹിത്യം കൊണ്ട്, ചർച്ചകൾ കൊണ്ട് പ്രതിരോധം തീർക്കുക എന്ന കടമ 2ാം വർഷവും ഏറ്റെടുക്കുകയാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ. അരുൾ, അൻപ്, അനുകമ്പ എന്നീ വേദികളിലായി വിവിധ സെഷനുകളിലായി 200 പാനലിസ്റ്റുകൾ കടന്നു വന്നുകൊണ്ട് ഈ 2ാം വർഷവും കണ്ണൂർ സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വലിയ വിജയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെ ഒക്കെയും അവരുടെ ലോകത്തിനകത്തേക്ക് ഇങ്ങനെ കടന്നു എന്നുകൊണ്ട് വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നമുക്ക് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. ഇതാ രാജ്യത്തിൽ ആദ്യമായിട്ട് ഒരു കണ്ണൂർ സർവകലാശാല യൂണിയൻ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇത്രയും വിപുലമായി സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണൂർ സർവകലാശാല യൂണിയനാണ് എന്ന് നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതിനു പിറകിൽ പ്രയത്നിച്ച, ഇത് വലിയ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇതിൻ്റെ അരങ്ങിലും അണിയറയിലുമായിട്ടുണ്ട്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ച കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ വിദ്യാർത്ഥികൾ, വളണ്ടിയർമാർ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം മുതൽ നമ്മളോടൊപ്പം യാത്ര തുടങ്ങി നമ്മളുടെ ആശയത്തെ ഇങ്ങനെ മിനുസപ്പെടുത്തി തേച്ചു മിനുക്കി ഈ രീതിയിലൊക്കത്തേക്ക് എത്തിച്ചിട്ടുള്ള റഫീഖ് ഇബ്രാഹിം, അതുപോലെ തന്നെ ഇതിൻ്റെ കൺവീനറായിട്ടുള്ള സഞ്ജീവ് PS, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അധികൃതർ, സുകന്യ ടീച്ചർ അടക്കമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഈ വിജയത്തിനായിട്ട് നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് സേവനം, അതുപോലെ തന്നെ ഭക്ഷണ സേവനം അടക്കം നൽകിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ, അത്തരത്തിൽ ഈ സർവകലാശാല യൂണിയൻ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ തന്നെ അരയും തലയും മുറുക്കി കെട്ടിയിട്ടുള്ള, ഇതിനു പിറകിൽ കഠിന പ്രയത്നം എടുത്തിട്ടുള്ള സംഘടന ഉൾപ്പെടെയുള്ള ഒരുപാട് മനുഷ്യർക്ക് ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് നന്ദി പറയുകയാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഇവിടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിട്ടുള്ളത് ഖബറും അതുപോലെ തന്നെ ആരാച്ചാറും ഒക്കെ നമുക്ക് മുന്നിലേക്ക് ഇങ്ങനെ സമ്മാനിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KR മീരയാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണൂർ സർവകലാശാലയുടെ DSS നഫീസ ബേബി ടീച്ചർക്കും നന്ദി പറയുകയാണ്. കണ്ണൂർ സർവകലാശാലയുടെ മുൻ DSSും അതുപോലെ തന്നെ മലയാള വിഭാഗം അധ്യാപികയുമായിട്ടുള്ള പ്രിയ ടീച്ചർ, അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ സംഘാടകയായിട്ടുള്ള പ്രിയേച്ചി ഉൾപ്പെടെയുള്ളവരും ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.